ഹായ്, ഞാൻ ബിബിന. വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടു കാണുമല്ലോ. പിന്നെ ഞാൻ തലേന്നേ പ്ലാൻ ചെയ്യും, ഇന്ന് എണീക്കണം, എന്ത് പഠിക്കണം, അങ്ങനെയൊക്കെ. ഇതെൻ്റെ ഒരു മിനി കലണ്ടറാണ്. ഇതിലെ ഡേറ്റ് ഞാൻ വെട്ടിക്കളയും. അത് കഴിഞ്ഞ് പഠിക്കാനിരിക്കും. ഇന്ന് എനിക്ക് 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 6:15 ഞാൻ പഠിക്കായിരുന്നു. 7 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ പഠിത്തം തീരും. അപ്പോൾ അതുകൊണ്ട് 3/4 മണിക്കൂറേ പഠിക്കുകയുള്ളൂ. പുതിയ ടോപ്പിക്സ് ഒന്നും പഠിക്കില്ല. തലേന്നത്തെ പഠിച്ചതൊന്ന് റീവൈസ് ചെയ്യും. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. പഠിക്കാൻ മടിയുള്ള ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചത് മറന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു പേപ്പർ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതണം. അതിൻ്റെ ബാക്കിൽ ആൻസർ എഴുതണം. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, റൈറ്റിംഗ് പ്രാക്ടീസ് കിട്ടും, അതുപോലെ ഷോർട്ട് നോട്ടും ആവും. എക്സാം ടൈമിലൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് വായിച്ച് നോക്കാനുള്ള ടൈം അപ്പോൾ കിട്ടൂല. നമ്മുടെ എക്സാമിൻ്റെ ടൈമിലുള്ള പകുതി പ്രശ്നങ്ങളുടെ സൊല്യൂഷനും ആവും. നമുക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പം അമ്മ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കൊണ്ടു തന്നു. എനിക്ക് രാവിലെ കട്ടൻ കാപ്പി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ കപ്പ് കേക്ക്, റസ്ക്, ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. 7 മണി വരെയാണ് നമ്മളുടെ സ്റ്റഡി ടൈം. പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ബാഗെല്ലാം പ്രിപ്പയർ ആക്കി വെക്കണം. ബാഗിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കി ബുക്ക് എല്ലാം, പേന, പെൻസിൽ എല്ലാം എടുത്തൊക്കെ വെച്ചു. മഴയൊക്കെ ആയതുകൊണ്ട് കൂടിടാനൊരു കുടയിടാനൊരു കൂട് വേണം. വെള്ളം ചാടിയാൽ തുടയ്ക്കാൻ ടവല്, പിന്നെ കാൽക്കുലേറ്റർ എടുത്തില്ലെങ്കിൽ സാർ ക്ലാസ്സിലും കേട്ടില്ല. ബാഗ് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിനി റെഡി ആവണം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഒരു ടോപ്പ്, പിന്നെ പാവാട പോലെ ഇരിക്കുന്നൊരു പലാസോ. ഇത് ഞാൻ മിന്ത്രേന്ന് പണ്ടപ്പോഴോ മേടിച്ചതാണ്. പിന്നെ സ്റ്റോളും. അപ്പോൾ നമുക്ക് റെഡിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകണം. എൻ്റെ ഫേസിൽ ഭയങ്കര പിമ്പിൾസാണ് കേട്ടോ. ഞാൻ കുറേ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ല. പിന്നെ ഇതെനിക്ക് കുടിക്കാനുള്ള വെള്ളമല്ല, മുഖം കഴുകാനുള്ള തണുത്ത വെള്ളമാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ റോസ് വാട്ടർ യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മോയ്സ്ചറൈസറല്ല, വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീമാണ്. പിന്നെ സൺസ്ക്രീൻ ഈസ് വെരി മസ്റ്റ്. പിന്നെ നമുക്ക് സിമ്പിൾ മേക്കപ്പ് ആവാം. അതിനുവേണ്ടി ഐബ്രോ വരച്ചു കൊടുക്കാൻ ഒരു പെൻസിൽ, പിന്നെ ഒരു മസ്കാര. കോളേജിൽ പഠിക്കുമ്പം ഞാൻ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ടുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ടഫ് കോഴ്സ് ആയതുകൊണ്ട് എനിക്കെന്തോ മേക്കപ്പ് ഇടാനൊന്നും അത്ര വലിയ മൂഡില്ല. ഡിഗ്രി എന്ന് വെച്ചാൽ കുറച്ച് കാളളച്ച് നടക്കുന്ന ടൈമാണല്ലോ. പക്ഷേ ഇപ്പം നമ്മൾ പഠിക്കുമ്പം കുറച്ച് സീരിയസ് ആവണമല്ലോ. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് അല്ല കേട്ടോ അപ്ലൈ ചെയ്യുന്നത്, ലിപ് ബാമാണ്. പിന്നെ നമ്മുടെ വാച്ച്, ആക്സസറീസ്, വാച്ച് ആൻഡ് ബാംഗിൾസ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് നിങ്ങളെ എൻ്റെ ഫേസ് കാണിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. നമ്മൾ സക്സസ് ആവോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ യൂട്യൂബിൽ നിന്ന്. എൻ്റെ മനസ്സിൽ ഇത്ര സബ്സ്ക്രൈബർ വേണമെന്നുണ്ട്. അപ്പോൾ അത്രയും സബ്സ്ക്രൈബർ ആയി കഴിയുമ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ ഫേസ് ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ് പറയാൻ ഞാൻ മറന്നുപോയി, എനിക്ക് 50 സബ്സ്ക്രൈബറായി. താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്തവരോട്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് കാണിച്ച് തരണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ 10 മിനിറ്റ് ലേറ്റായി. 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇതായിരുന്നു രാവിലത്തെ കാലാവസ്ഥ. വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും പൊക്കത്ത്. ഇൻസ്റ്റിറ്റ്യൂഷനിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരുമിച്ചാണ് ക്ലാസ് റൂമിലോട്ട് പോയത്. അവളുള്ളതാണ് എൻ്റെ ഏക ആശ്വാസം. കാരണം അവൾ എൻ്റെ +1 തൊട്ടുള്ള ഫ്രണ്ടാണ്. മുകളിൽ വരെ കയറി പോകണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് തന്നെ യൂസ് ചെയ്യണം. ഇതാണ് എൻ്റെ ക്ലാസ് റൂം. ചെറുതായിട്ട് എടുക്കാനേ പറ്റുള്ളൂ, കാരണം ഇത് തന്നെ എടുക്കുന്നത് ആളുകൾ കാണാതെയാണ്. 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതുകൊണ്ട് കുറച്ച് പാടായിരുന്നു പോകാൻ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് കണ്ടപ്പോൾ ഞങ്ങളുടെ കിളി പോയി ഗൈസ്. ഇതെൻ്റെ വേറൊരു ഫ്രണ്ടാണ് കേട്ടോ. ഇവിടെ എനിക്ക് പുതിയതായിട്ട് കിട്ടിയൊരു ഫ്രണ്ടാണ്, ഫാത്തിമ എന്നാണ് ഇവളുടെ പേര്. പിന്നെ നമ്മൾ ബസ്സിൽ കയറി. ഇതെല്ലാം എടുക്കുന്നത് ആളുകൾ കാണാതെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നെ പുറത്തുള്ളവർ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുമോ, ഈ കൊച്ചെന്താ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ എനിക്ക് പൊതുവെ ഒരു ചിന്ത വരും. പിന്നെ ഇന്ന് എൻ്റെ കസിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ അവന് ഞാൻ ഗിഫ്റ്റ്, തൊപ്പി ഒക്കെ മേടിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എൻ്റെ വീട്ടിലോട്ട് ഒരു 15 മിനിറ്റോളം നടക്കാനുണ്ട്. ഒരു 1.5-2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. കാരണം ഇതിപ്പം ഞാൻ കിലോമീറ്റർ അല്ലല്ലോ, കൂടുതലും
എന്താ ടൈമാണ് ഞാൻ നോക്കുന്നത്, അതുകൊണ്ട് കിലോമീറ്റർ എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഈ നടക്കുന്ന പ്ലേസിൽ ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം മുന്നേ രാവിലെ കാണിച്ചായിരുന്നു. ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ വാട്ടർ നിറഞ്ഞു കിടക്കും ഗൈസ്, കാലിലൊക്കെ നിറച്ച് വെള്ളമാകും. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ചോറൊന്നും കൊണ്ടായില്ല, നമ്മൾ കൈ കഴുകി ചോറുണ്ണാനിരുന്നു. ടൈം ഒരു 4 മണിയോളം ആയായിരുന്നു കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന് നല്ല കനവും കൂടെ ഉള്ളതുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ നല്ല ടയേർഡായി. ചോറിന് കറി ഒഴുകക്കറിയും പിന്നെ മുരിങ്ങയിലത്തോരനും കൂടെ ആയിരുന്നു. ചോറ് കുറച്ച് സ്പീഡിൽ ഉണ്ടണമായിരുന്നു, കാരണം ഇത് കഴിഞ്ഞ് എനിക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകണം. ഞാൻ ചോറിൻ്റെ ടൈമിൽ എനിക്ക് നന്നായിട്ട് കോളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് കുളിക്കണം. ഇന്നത്തെ ദിവസം ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു. പരിപാടി പറഞ്ഞേക്കണത് 5 മണിക്കായിരുന്നു, പക്ഷേ നിസ്കരിക്കണമല്ലോ. ലുഹറാണ് കേട്ടോ നമ്മൾ നിസ്കരിക്കുന്നത്. പിന്നെ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് റെഡിയായിട്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട് ബർത്ത്ഡേ കാരൻ്റെ വീട്ടിലോട്ട് പോയി. ഇതാണ് കേട്ടോ ഞാൻ അവന് മേടിച്ചു കൊടുത്തൊരു ഗിഫ്റ്റ്, ഒരു തോക്കും പിന്നെ എന്തോ അതിൻ്റെ ബുള്ളറ്റൊക്കെ. ആരുടെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ കസിൻ ബ്രദറിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇത്രയും മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തു. എങ്ങനെയുണ്ടെന്ന് പറയണേ. ദയ നിൽക്കുന്നതാണ് ബർത്ത്ഡേ ബോയ്. ഇത് ഞങ്ങൾ മീഷോയിൽ നിന്ന് മേടിച്ച ഒരു ബർത്ത്ഡേ കിറ്റാണ് കേട്ടോ. പിന്നെ ചെറിയ പരിപാടിയായിരുന്നു. പിന്നെ അവൻ്റെ പേരൻസ് ചേർന്ന് കേക്ക് കട്ട് ചെയ്തു. ഒരു ട്യൂഷൻ എടുക്കൽ വ്ളോഗ് ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം കാണാത്തവരാണെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ മടുത്തു പോയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ട്യൂഷനും കൂടെ. പിന്നെ അമ്മ ഉള്ളത് കൊണ്ട് ചെറുതായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യും. ഞാൻ ഇല്ലാത്ത ടൈമിൽ അവളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അഫ്രാനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അസർ നിസ്കരിക്കാൻ. ഞാനാണ് എൻ്റെ ഫാമിലിയിലെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോട്ടോഗ്രാഫർ. ചെറിയ രീതിയിൽ ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. വലിയ സെറ്റപ്പ് ഒന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. അവൾ പിന്നെ ഒരു 6:30 ആയപ്പോഴത്തേക്കും പോയി. അവൾ പോയി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. പിന്നെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ബർത്ത്ഡേ ഫംഗ്ഷൻ ചെറിയൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പായസം കുടിക്കാൻ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നിസ്കരിച്ചു. എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പം ഒരു 8 മണിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ബാഗിൽ നിന്ന് എല്ലാ പുസ്തകങ്ങളും പുറത്തെടുത്ത് വെച്ച് നമുക്ക് അടുത്തത് പഠിക്കണ്ടേ. എനിക്കറിയില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ട് ബോറടിച്ചോ എന്നൊന്നും, കാരണം അങ്ങോട്ട് നടത്തം മുഖമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് മിക്കവാറും ബോറടിക്കാനാണ് ചാൻസ്. വേറൊരു ദിവസം എൻ്റെ സ്റ്റഡി വ്ളോഗ്, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ ഏത് കോഴ്സാണ് പഠിക്കുന്നത്, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് നമുക്ക് പ്രത്യേകം വേറൊരു വ്ളോഗ് ഇറക്കാം. ടൈം കിട്ടുവാണെങ്കിൽ, ഉറപ്പൊന്നുമില്ല. അതുമല്ല ഇനിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാക്കാൻ ഞാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ അതും പറയുക. അടുത്ത വീഡിയോസിൽ കാണാം ഗായ്സ്. ഇൻഷാ അല്ലാ. സീ യു സൂൺ. അസ്സലാമു അലൈക്കും.